ഇന്ന് ഞാനുള്ളത് മൈസൂർ വിജയ് നഗറിലുള്ള യോഗ നരസിംഹസ്വാമി ടെമ്പിളിലാണ്. ഞാൻ മൈസൂരിലുള്ള സമയത്ത് ഒരുപാട് തവണ ഞാനും ചേട്ടനും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പക്ഷേ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങൾക്കൊപ്പം കാർത്തിയും അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ അവരെ കൂട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഈ ഒരു രാത്രി, അതായത് സന്ധ്യ കഴിഞ്ഞ ആ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഈ ഒരു സമയമാണ് അമ്പലത്തിൽ വരാൻ, അല്ലേ രാവിലെ. ഈ രണ്ട് സമയം, രാവിലെ മീൻസ് ഒരു 4 മണി 5 മണി നടയൊക്കെ തുറക്കുന്ന ആ ഒരു ടൈം, ഒരു 7 മണിക്ക് മുൻപേ അമ്പലത്തിലെത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഈ ഒരു അമ്പലമെന്നല്ല, ഏതൊരു അമ്പലത്തിൽ പോയാലും. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ചൊന്ന് വൈകി കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിയപ്പോൾ, എങ്കിലും ദീപാരാധന ഒക്കെ ഒരു കഴിഞ്ഞ ടൈമാണെന്ന് തോന്നും. എന്തായാലും ഞങ്ങൾ അകത്ത് കയറി നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. പിന്നെ ഒരു കുട്ടി സ്റ്റോറിയും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ വരുന്ന വഴി ഇതുപോലെ അച്ഛൻ വണ്ടി ഓടിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞു, മുല്ലപ്പൂ കട കാണുവാണെങ്കിൽ നിർത്തണേ, എനിക്കിങ്ങനെ മുല്ലപ്പൂ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ, എനിക്ക് വാങ്ങിത്തരണേന്ന്. പക്ഷേ വരുന്ന വഴിയെല്ലാം സത്യം പറഞ്ഞാൽ ട്രാഫിക് കാരണം നിർത്താൻ പറ്റത്തില്ലായിരുന്നു. കാരണം പാർക്കിങ്ങിന് പറ്റിയ സ്ഥലത്തൊന്നും ആയിരുന്നില്ല മുല്ലപ്പൂ ഇതുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ പോട്ട്, കുഴപ്പമില്ല, അമ്പലത്തിൻ്റെ അവിടെ കാണുവാണെങ്കിൽ വാങ്ങിക്കാമെന്ന്. പക്ഷേ ഇന്ന് എന്തായാലും അവിടെ വന്നപ്പോൾ അതും ഇല്ല, തുളസിക്കതിര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ വേണ്ട, കുഴപ്പമില്ല, നമുക്കകത്ത് കയറി തൊഴാമെന്ന്. എന്തായാലും അകത്ത് കയറി തൊഴുതപ്പം തിരുമേനി അകത്ത് ഭഗവാനെ ചാർത്തിയിട്ടുള്ള മുല്ലപ്പൂ മാലയുമായിട്ട് വരുന്നു. എനിക്കും കിട്ടി, കാർത്തിക്കും കിട്ടി. കാർത്തിയുടെ എന്തായാലും കാർത്തിക്ക് വേണ്ടാലോ, അപ്പോൾ ഒരെണ്ണം ഞാനും എടുത്തു, ഒരെണ്ണം കാറിൽ വെക്കാനും വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം എനിക്കപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി. കാരണം ഇതിനു മുമ്പ് നമുക്ക് അമ്പലത്തിൽ നിന്ന് മുല്ലപ്പൂവും റോസാപ്പൂവും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്നെനിക്കത് ഒന്നുകൂടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്നുകൂടെ നമ്മൾ ആഗ്രഹിച്ചതല്ലേ. കാരണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് അന്നേരം കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പം അങ്ങനെ വലത്തൊക്കെ വെക്കുകയാണ്. അധികം തിരക്കൊന്നുമില്ല, നല്ല രസമില്ലേ അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൊക്കെ അമ്പലത്തിലെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്കതൊക്കെ ഇങ്ങനെ കാണുമ്പം ഈ ലൈറ്റും അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് സത്യം പറഞ്ഞാൽ റിലാക്സ് ആവും. ഈ അമ്പലത്തിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മഴയൊന്നുമില്ല, കുടയുണ്ട്, പക്ഷേ അത് കാറിലാണ് കേട്ടോ. അപ്പം പക്ഷേ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ കുറച്ച് നേരം അമ്മയും അച്ഛനും കാർത്തിയും കൂടെ അവിടെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ അവർ 3 പേരും കൂടെ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കാർത്തി അച്ഛൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. അപ്പം പിന്നെ ഞാനപ്പം എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെയ്യുന്നു മഴ. പിന്നെ പെട്ടെന്ന് അമ്മ പറഞ്ഞു ഓടിക്കോ. കയറി ഇരുന്ന് കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് വണ്ടിയൊക്കെ എടുക്കുന്നതിന് മുമ്പേ മഴ തോർന്നു. അപ്പം ഞങ്ങൾ അടുത്ത് സ്റ്റുഡിയോയിലും ട്രെൻഡ്സിലൊക്കെ ഒന്ന് കയറിയായിരുന്നു കേട്ടോ, എനിക്ക് ടോപ്പ് നോക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇനി ഇടുമ്പം കാണിക്കാം കേട്ടോ. അപ്പം ഒരു ടോപ്പ് എടുത്തു. അന്നേരം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം അകത്ത് കയറിയപ്പോൾ അവർ പറഞ്ഞു വീഡിയോ അലൗഡ് അല്ല. അപ്പം ഞങ്ങൾ ഞെട്ടി, കാരണം ട്രെൻഡ്സിലും സ്റ്റുഡിയോയിലും ഒന്നും വീഡിയോ അലൗഡ് അല്ലാത്ത ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് പേരങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പം അവർ പറഞ്ഞു അലൗഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സും അതൊക്കെ ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുമ്പോൾ അതപ്പം അവരുടെ ഇതിനെ ബാധിക്കും, അതുകൊണ്ട് മാനേജറിൻ്റെ റിക്വസ്റ്റാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പാനിപ്പൂരി കടയിൽ പോയി, അവിടുന്ന് പാനിപ്പൂരിയും സേവ് പൂരിയും ഒക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.